ചാലിയാറിൻ്റെ തീരത്തുനിന്ന് സജീവമായിട്ട് മൃഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൂടുതൽ സജ്ജീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. അല്ല, ഡ്രോൺ ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, ഒപ്പം തന്നെ കടാവർ നായയൊക്കെ തന്നെ കൊണ്ടുവന്നിരുന്നു. മലപ്പുറം SP ചേരുന്നു. സാർ, എങ്ങനെയാണ് നമ്മുടെ തെരച്ചിൽ പുരോഗമിക്കുന്നത്? ഇന്നിപ്പോൾ നമ്മളുടെ തെരച്ചിൽ ഇപ്പോൾ മേലുദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ ചാലിയാർ പുഴ മൊത്തം ഓരോ പോലീസ് സ്റ്റേഷൻ ലിമിറ്റും ഏരിയ തിരിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ട് സെർച്ച് നടന്നു വരികയാണ്. ഇപ്പോൾ വാഴക്കാട്, അരീക്കോട് തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ചാലിയാർ പുഴയുടെ ഭാഗങ്ങൾ ബോട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓരോ ഏരിയ കൊടുത്തിട്ടുണ്ട്. അവർ ആ ഏരിയ നിന്ന് നോക്കി വാച്ച് ചെയ്യാണ്. പിന്നെ നിലമ്പൂർ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ എടവണ്ണ, എടക്കര, പോത്തുവൽ ഭാഗങ്ങളിലെല്ലാം സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സന്നദ്ധ പ്രവർത്തകരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, നാട്ടുകാരുണ്ട്. അതിനു പുറമെ ഇപ്പോൾ ഇന്നലെ നാട്ടുകാർ പോയി ഏകദേശം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ ചെന്നിട്ടുണ്ടായിരുന്നു. ചെന്ന് സെർച്ച് ചെയ്ത് ബോഡി എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നേവിയുടെ സഹായം തേടി നേവിയുടെ ചോപ്പറിൽ 2 ടീമായിട്ട് കേരള പോലീസിലെ തണ്ടർബോൾട്ട്, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് ഇവരടങ്ങിയൊരു സംഘം 2 തവണയായിട്ട് അവിടെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവരവിടെ 12 പേരുടെ പരിശോധന നടത്തിയിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റും തണ്ടർബോൾട്ടുമാണ് പോയിട്ടുള്ളത്. അവരുടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ പരിശോധന കഴിഞ്ഞ് അവിടെ എല്ലാം നോക്കിയതിന് ശേഷം ചോപ്പർ കൊണ്ടിട്ട് അവരെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരും. അതിന് പുറമെ കേരള പോലീസിൻ്റെ ചോപ്പർ പിന്നെ പുഴയുടെ നെടുനീളം ഭാഗങ്ങളിൽ ഇപ്പോൾ ഏരിയ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അത്യാധുനിക സംവിധാനമുള്ള ക്യാമറയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്ന പക്ഷം അതൊക്കെ സൂം ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കടാവർ ഡോഗ് വന്നിട്ടുണ്ട്. ഡോഗ് അവിടെ അപ്പുറത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സംശയമുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം വലിയ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ അവിടുത്തെ ലോഗ്സ് എല്ലാം മാറ്റി, വലിയ ടിമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് അവിടെ ഇപ്പോൾ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തീരങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. മാക്സിമം എഫർട്ട് നടന്നു. എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയോടുള്ളൊരു പ്രവർത്തനം നടന്നു വരികയാണ്. മന്ത്രി P. പ്രസാദ് ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവസാനത്തെ മൃതദേഹം കണ്ടെത്തും വരെ തെരച്ചിൽ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലമ്പൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവരിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇനി റിപ്പോർട്ടർ.